ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന 2025 റെയിൽവേയുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഔട്ടായിരിക്കുകയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALPയുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ് ഔട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് റെയിൽവേ പുറത്തിറക്കിയ ഷോർട്ട് നോട്ടീസ്. ഇതിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 10, 2025 അതേപോലെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് May 9, 2025 നമുക്ക് എല്ലാവർക്കും അറിയാം ALPയുടെ 2024 എക്സാമിന്റെ CBT 1 കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് വന്നു. അതിന്റെ CBT 2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CBT 1 കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ALPക്കായിട്ട് പുതിയതായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു അവസരമാണ്. ഇതിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് 9900 ആണ്. 2024 ALPയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 5000+ ആയിരുന്നു ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത്. പിന്നീട് അത് 18000+ ആയിട്ട് ഉയർത്തിയിരുന്നു. അതുപോലെ ഇവിടെയും നമുക്കൊരു വേക്കൻസി ഹൈക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു ലെവൽ 2 പോസ്റ്റ് ആണ്. പക്ഷേ ഇതിന്റെ സാലറി എന്ന് പറയുന്നത് ഒരു ലെവൽ 3, ലെവൽ 4 ലെവലിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതൊരു റണ്ണിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് അലവൻസസ് കൂടുതൽ കിട്ടും. അതേപോലെ 2026 നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 8th പേ കമ്മീഷൻ ഔട്ട് ആവും. അപ്പോൾ തന്നെ നല്ലൊരു സാലറി ഹൈക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. ഇതിന്റെ എക്സാം പാറ്റേൺ അങ്ങനെയാണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ. ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേണും ഇതിന്റെ ക്വാളിഫിക്കേഷനും ഒക്കെ ഏതാണെന്ന് നോക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th+ ITI ഉള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ITI വരുമ്പോൾ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ എന്നീ ട്രേഡുകൾക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ 10th+ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും, ഡിപ്ലോമയിൽ വരുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ട്രേഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതേപോലെ BTech കഴിഞ്ഞവർക്കും BTech ഈ സ്ട്രീംസിൽ പാസ് ഔട്ട് ആയവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 2 CBT ഉണ്ട്. CBT 1, CBT 2. അത് കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത്. റെയിൽവേ എക്സാംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ എക്സാംസിന്റെയും CBT 1 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിന്റെ മാർക്കിന്റെ വെയിറ്റേജസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ALPക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ 2025 റെയിൽവേയുടെ എല്ലാ എക്സാംസിന്റെയും CBT 1 ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയാണത്. ഇതിന്റെ എല്ലാ സിലബസ് സെയിം തന്നെയാണ്. ALPയുടെ CBT 1 വരുമ്പോൾ മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മാത്തമാറ്റിക്സ് 20 മാർക്കിനാണ്, ജനറൽ ഇന്റലിജൻസ് 25, ജനറൽ സയൻസ് 20, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 75 ക്വസ്റ്റ്യൻസ് 75 മാർക്ക്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 അവർ ആണ് എക്സാം ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2024 എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈക്വൽ വെയിറ്റേജിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. CBT 2 പാറ്റേൺ വരുമ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ നമ്മൾ CBT 1 തന്നെ സെയിം സിലബസ് ആണ് വരുന്നത്. അവിടെ മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അവിടെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 90 മിനിറ്റ് ഉണ്ട്. പാർട്ട് ബിയിൽ റിലവന്റ് ട്രേഡ്, നമ്മൾ ഏത് ട്രേഡ് ആണോ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, അങ്ങനെ നമ്മൾ ഏത് ട്രേഡ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നത്. അത് 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ടോട്ടൽ CBT 2 എന്ന് പറയുന്നത് 175 CBT 1 ഒരു ക്വാളിഫയിങ് മാത്രമാണ്. CBT 1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ മാർക്ക് എടുക്കത്തില്ല. പിന്നെ നമ്മുടെ CBT 2 മാർക്സ് ആയിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നോക്കുന്നത്. ടോട്ടൽ 150 മിനിറ്റ്സിന്റെ എക്സാം ആയിരിക്കും CBT 2 എന്ന് പറയുന്നത്. ഇങ്ങനെ 2 പാർട്ടുകളായിട്ടായിരിക്കും CBT 1ഉം CBT 2ഉം ALPക്ക് നടക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ റെയിൽവേ ഒരു കലണ്ടർ പബ്ലിഷ് ചെയ്തിരുന്നു. 2025 എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ALPയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞത് ജനുവരി, മാർച്ച് മാസങ്ങളിലായിരുന്നു. അതേപോലെ മാർച്ച് 24 ALPയുടെ ഷോർട്ട് നോട്ടീസ് ഔട്ടായി. അതിന് പുറകെ ഇനി ടെക്നീഷ്യന്റെ വേക്കൻസീസ് വരും. അതേപോലെ NTPC, JEE അങ്ങനെ തുടങ്ങിയ എല്ലാ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് പുറകിന് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ എക്സാംസും ക്ലിയർ ചെയ്യാൻ സാധിക്കും. 2026 തന്നെ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം.
നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPയുടെ കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ CBT 1 ആൻഡ് CBT 2 കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ട്. അതേപോലെ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ജോലി നേടാൻ ആവശ്യമുള്ളതെല്ലാം ഏണസ്റ്റ് അക്കാഡമി ഒരുക്കുന്നുണ്ട്. ALP മാത്രമല്ല JEE, NTPC, ഗ്രൂപ്പ് D അങ്ങനെ എല്ലാ എക്സാംസിന്റെ കോഴ്സുകൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ 2024 ALP ടയർ 1 ആൻഡ് ഇതുപോലെ JEE ടയർ 1 ക്വാളിഫൈ ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അവരൊക്കെ ഇപ്പോൾ CBT 2ന്റെ പ്രിപ്പറേഷനിലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും അടുത്ത ALP, JEE ഒക്കെ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.